ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രെഡ് ബോൾസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ ബ്രെഡ് ബോൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പം ഞാൻ 3 ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ല ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് മതിയാവും. ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1 കൈപ്പിടി അളവിൽ മല്ലിയിലയുമാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങിൻ്റെയും സവാളയുടെയൊക്കെ ആ ഒരു നനവിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ 2 സ്പൂൺ അളവിൽ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ലൂസായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 3 ബ്രെഡും മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള മൈദയിലേക്ക് നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട് ഇട്ട് ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഉരുളക്കിഴങ്ങും നമുക്കൊന്ന് ഉരുളയാക്കി ഈ ഒരു മൈദയിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. എല്ലാ സൈഡും ഒരുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കാനെടുക്കുന്ന സമയം മാത്രമേ അധികമായിട്ട് വരുള്ളൂ. ബാക്കി എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.